നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 15 തിങ്കൾ 2025 വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെയാണ് സമ്മേളനം. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി. തങ്കച്ചൻ, പീരുമേട് MLA ആയിരുന്ന വാഴൂർ സോമൻ എന്നിവർക്ക് അനുശോചനം അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിയും. സംസ്ഥാനത്തെ പോലീസ് മൂന്നാം മുറ, തൃശൂരിലെ CPM നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള ഫോൺ സംഭാഷണം, വയനാട്ടിലെ കോൺഗ്രസ് നേതാവിൻ്റെ ആത്മഹത്യ അടക്കം നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഈ സമ്മേളനകാലത്ത് സഭ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. അതേസമയം ലൈംഗിക ആരോപണം ഉൾപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന് എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വാർത്തകൾ വിശദമായി. ലൈംഗിക ആരോപണം നേരിട്ടിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഇനി പ്രത്യേക ബ്ലോക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ മാധ്യമങ്ങളെ അറിയിച്ചു. സഭയിൽ വരുന്നതിൽ തീരുമാനമെടുക്കേണ്ട രാഹുലാണെന്നും ഇതുവരെ അവധി അപേക്ഷ കിട്ടിയിട്ടില്ലെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. വയനാട് മുൻ DCC ട്രഷറി NM വിജയൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ CPM തയ്യാറാണെന്ന് MV ജയരാജൻ. കുടുംബം ആവശ്യപ്പെട്ടാൽ അക്കാര്യം പരിഗണിക്കുമെന്നും CPM നേതാക്കൾ വിജയൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച MN വിജയൻ്റെ മരുമകൾ പത്മജയെ ബത്തേരിയിലെ ആശുപത്രിയിൽ കണ്ട ശേഷമാണ് MV ജയരാജൻ്റെ പ്രതികരണം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണവുമായി വയനാട് മുൻ DCC ട്രഷറർ NM വിജയൻ്റെ മരുമകൾ പത്മജ. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത MN വിജയൻ്റെ മരുമകൾ പത്മജ കോൺഗ്രസിൻ്റെ നേതൃത്വം വഞ്ചിച്ചെന്ന് ആരോപിച്ചു. ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. കൈഞ്ഞരമ്പ് മുറിച്ച ഇവർ സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോൺഗ്രസിനെ ഇനി വിശ്വസിക്കില്ലെന്ന് പത്മജ ആവർത്തിച്ചത്. പാർട്ടികളുടെ പേരിലും പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യകളിലും കടുത്ത പ്രതിരോധത്തിലായി വയനാട് കോൺഗ്രസിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് വയനാട്ടിൽ 10 വർഷത്തിനിടെ മരിച്ചത് 5 നേതാക്കളാണെന്നും DCC നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാണ് പലരും ജീവനൊടുക്കിയെന്നും എന്നാൽ തുടർ മരണങ്ങളും നേതാക്കൾ തമ്മിലടിയും ഉണ്ടായിട്ടും സംസ്ഥാന നേതൃത്വം കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട്. വിവാദങ്ങളെക്കുറിച്ച് പ്രിയങ്കാഗാന്ധി MP ജില്ലാ നേതൃത്വത്തോടെ വിവരം തേടിയെന്നും റിപ്പോർട്ടുകൾ. അയ്യപ്പ സംഗമം തൂർത്താണെന്ന V. മുരളീധരൻ്റെ വിമർശനത്തിന് ചിലരുടെ തനിനിറം വ്യക്തമാകുന്നുവെന്ന മറുപടിയുമായി KK ശൈലജ. അയ്യപ്പ സംഗമത്തെ എല്ലാവരും അംഗീകരിക്കുകയാണ് വേണ്ടതെന്നും ശൈലജ കൂട്ടിച്ചേർത്തു. ശബരിമല അന്താരാഷ്ട്ര പ്രസക്തിയുള്ള തീർത്ഥാടന കേന്ദ്രമാവുകയാണെന്നും സർക്കാർ ഉദ്ദേശം യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും KK ശൈലജ കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജികൾ. കേസിൽ ഹൈക്കോടതിയിലെ ഹർജിക്കാരൻ VC അജികുമാറും Dr. PS മഹേന്ദ്രകുമാറും സുപ്രീംകോടതിയെ സമീപിച്ചു. സർക്കാരിൻ്റെത് രാഷ്ട്രീയ നീക്കമെന്നും പമ്പാതീരത്ത് സംഗമം നടത്തുന്ന വന നിയമങ്ങളുടെ ലംഘനമാണെന്നും അജികുമാർ നൽകിയ ഹർജിയിൽ വാദിക്കുന്നു. പ്രാഥമിക കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഹൈക്കോടതി തീരുമാനമെന്നും ഹർജിയിൽ പറയുന്നു. ക്ഷേത്രങ്ങളിലോ പരിസരത്തോ രാഷ്ട്രീയ സംഘടനയോ ചിഹ്നമോ അടയാളമോ കൊടി തോരണമോ വേണ്ടെന്ന് സർക്കാർ. ഏകവർണ്ണ പതാക രാഷ്ട്രീയ സംഘടനകളിലെ വ്യക്തിയുടെയോ ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയോ ചിത്രം മത സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്നതും വളർത്തുമായ പ്രചരണ സാധനങ്ങൾ തുടങ്ങിയവയും പാടില്ലെന്ന് ദേവസ്വം വകുപ്പ് കർശന നിർദ്ദേശം നൽകി. ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണമുള്ളതും സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൈപ്പറ്റുന്നതുമായ ക്ഷേത്രങ്ങൾക്കാണ് ബാധകമാവുക. മൂവാറ്റുപുഴ നഗരത്തിലെ MC റോഡ് ഉദ്ഘാടനം വിവാദമായതിന് പിന്നാലെ പോലീസുകാരന് സസ്പെൻഷൻ. മൂവാറ്റുപുഴ MLAയുടെ നിർദ്ദേശപ്രകാരം റോഡ് ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് SIയെ സസ്പെൻഡ് ചെയ്തു. മേലുദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനാണ് നടപടി. ട്രാഫിക് SI KP സിദ്ദീഖിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കിണർവെള്ളത്തിൽ നിന്ന് കോർണിയ അൾസർ പിടിപെടുന്ന ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വാദം തെറ്റെന്ന് ആരോഗ്യ വിദഗ്ധർ. ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഗവേഷണ പ്രബന്ധം 2018 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് പ്രസിദ്ധീകരിച്ചെന്നാണ് കണ്ടെത്തൽ. പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച തീയതി അടക്കം പങ്കുവച്ചാണ് ആരോഗ്യമന്ത്രിയുടെ പിഴവ് ചൂണ്ടിക്കാട്ടി ആരോഗ്യ വിദഗ്ധർ രംഗത്തെത്തിയത്. 2013 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പഠനരേഖ എന്നായിരുന്നു മന്ത്രിയുടെ വാദം. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് പഠന റിപ്പോർട്ട് സംബന്ധിച്ച വിവാദത്തിൽ വിശദീകരണമായ ആരോഗ്യമന്ത്രി വീണ ജോർജ്. പഠനം നടന്നത് 2013 തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി. പഠനം നടത്തിയ ഡോക്ടർമാർ അമീബ രോഗബാധയെക്കുറിച്ച് അന്നത്തെ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാണ് വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അന്നത്തെ സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്നും മന്ത്രി ആവർത്തിക്കുന്നു. തിരുവനന്തപുരത്ത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട 17-കാരൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടർന്നു. മറ്റ് 3 കുട്ടികൾക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടെങ്കിലും ഇവർ നിരീക്ഷണത്തിലാണ്. പൂളിലെ മുഴുവൻ വെള്ളം നീക്കം ചെയ്യാനും പുതുതായി വെള്ളം നിറയ്ക്കുമ്പോൾ നിശ്ചിത അളവിൽ ക്ലോറിൻ നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ട് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് അധികൃതർക്ക് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
വാളയാർ മോട്ടോർ വകുപ്പ് ചെക്ക് പോസ്റ്റിൽ മോഷണം. പിൻവാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ലാപ്ടോപ്പും മൊബൈലും സിമ്മും മോഷ്ടിക്കുകയായിരുന്നു. തിരുമ്പെടുത്ത് തകർന്ന പിൻവാതിൽ ഉള്ളിൽ കൂടി കൈയിട്ട് വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റൂമിൽ ഉണ്ടായിരുന്ന ലാപ്ടോപ്പും ഔദ്യോഗിക സിം കാർഡും മോഷ്ടിച്ചതാണ് വിവരം. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് നിക്ഷേപ അവസരങ്ങൾക്ക് വഴിയൊരുക്കിയെന്നും വ്യവസായ രംഗത്ത് വൻ മുന്നേറ്റം സാധ്യമാക്കിയെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിൽ പക്ഷിയിടിച്ചത് പരിഭ്രാന്തി പരത്തി. പക്ഷിയിടിച്ചത് അറിഞ്ഞോടെ പൈലറ്റ് ഉടൻ തന്നെ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു. 180 യാത്രക്കാരുമായി ഇന്ന് രാവിലെ 6:30 പുറപ്പെട്ട എയർ ഇന്ത്യയുടെ അബുദാബി വിമാനമാണ് 45 മിനിറ്റിന് ശേഷം തിരിച്ചിറക്കിയത്. മലയാളം സർവകലാശാല വിവാദത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ UDF ഭരണകാലത്ത് ഭൂമിക്ക് വില നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ട് KT ജലീൽ. റബ്ബേ രേഖ ഇതാ, ഭൂമി വാങ്ങിയ രേഖ ഇതാ, പച്ചം കള്ളം പറയരുതേ, സാക്ഷാൽ റബ്ബ് പൊറുക്കൂല എന്ന കുറിപ്പോടെയാണ് രേഖ ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പത്തനംതിട്ട കോയിപ്രം അന്താലി മണ്ണിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ യുവാക്കളെ അതിക്രൂരമായി മർദ്ദന ഇരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അതിക്രൂരത മർദ്ദനം സംബന്ധിച്ച് ഇരയായ റാന്നി സ്വദേശിനി യുവാവ് വിവരിച്ചു. സൈക്കോ മനനിലയുള്ള യുവദമ്പതികളാണ് യുവാക്കളെ അതിക്രൂര പീഡനത്തിരയാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കോയിപ്രം അന്താലിമൺ സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത്. കിളിമാനിൽ വൃദ്ധനെ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോയ സംഭവത്തിൽ പാറശാല സ്റ്റേഷൻ ഹൗസ് ഓഫീസർ P. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ റൂറൽ SP-യുടെ ശുപാർശ. ദക്ഷിണമേഖല IG-ക്കാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തുകൊണ്ട് റൂറൽ SP റിപ്പോർട്ട് നൽകിയ സംഭവത്തിൽ SHO അനിൽകുമാർ നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. ഭിന്നശേഷി അധ്യാപക സംവരണ വിഷയത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റ് സർക്കാർ വിവേചനം കാണിക്കുന്ന ആരംഭിച്ച് സംസ്ഥാനത്ത് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകും. ഇതിന്റെ ഭാഗമായി ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ പ്രതിഷേധ സംഘം നടത്തി. 7 സ്കൂളിൽ അധ്യാപകരെ നിയമിക്കുമ്പോൾ 4% ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്യണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. തന്റെ റിമോട്ട് കൺട്രോൾ 140 കോടി ജനം എന്ന നരേന്ദ്രമോദി, തനിക്ക് വേറെ റിമോട്ട് കൺട്രോൾ ഇല്ലെന്നും മോദി പറഞ്ഞു. തനിക്കെതിരെ ചീറ്റുന്ന ഏതു വിഷയവും ശിവനെപ്പോലെ വിഴുങ്ങാൻ അറിയാമെന്നും എന്നാൽ ഭൂപൻ ഹസാരിക പോലുള്ള മഹാന്മാരെ കോൺഗ്രസ് അവമാനിക്കുന്ന സൈക്കിളെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് ശേഷവും പരസ്പരം ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയ മണിപ്പൂരിലെ കുക്കി മെയ്തൈ സംഘടനകൾ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. കുക്കി സംഘടനകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന ഇവർക്ക് എന്ന് മടങ്ങാനാകും എന്ന് ഉറപ്പ് പ്രധാനമന്ത്രി നൽകാനായില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. പ്രധാനമന്ത്രി സന്ദർശന വേളയിൽ തോരണങ്ങൾ നശിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കി. സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലേറ് നടന്നു. ചുരാചാന്ദ്പൂരിലാണ് സംഘർഷം ഉണ്ടായത്. ആസമിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് ഉണ്ടായത്. ചണ്ഡീഗഡിൽ വീണ്ടും ക്രൈസ്തവർക്കെതിരെ ആക്രമണമെന്ന് പരാതി. ദുർഗിലെ ഷിലോ പ്രയർ ടവറിലെത്തി ബജരംഗൾ പ്രവർത്തകരാണ് സുവിശേഷ പ്രസംഗത്തെ മർദ്ദിച്ചെന്നാണ് പരാതി. ഈ വർഷം അവസാനത്തിൽ രാജ്യത്ത് ലാനിന പ്രതിഭാസമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. ലാനിന ഇന്ത്യയിലെ ശൈത്യകാലം കഠിനമുള്ളതാക്കും. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന ഉണ്ടാകാനുള്ള സാധ്യത 75% US നാഷണൽ വെതർ സർവീസിൻ്റെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രവും അറിയിച്ചു. ജമ്മു കാശ്മീർ ഭീകർ പുതിയ ഒളിത്താവളമായ ഭൂഗർഭ ബങ്കറുകളുമായി ആശ്രയിക്കുമെന്നു റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.